ഈ വർഷത്തെ IPL 226 മത്സരങ്ങൾ വളരെ ആവേശകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ IPL മത്സരങ്ങളിൽ ഇതുവരെ 9 സെഞ്ചുറികൾ പിറന്നിട്ടുണ്ട്. 9 സെഞ്ചുറികൾ. ഈ വർഷത്തെ സെഞ്ചുറി വീരന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വർഷത്തെ സെഞ്ചുറി വീരന്മാരിൽ ഒന്നാമതായി വരുന്നത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ 2 സെഞ്ചുറികൾ ഇതുവരെ നേടിയിട്ടുണ്ട്. 115ഉം 101ഉം. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിനാണ് ഇപ്പോൾ കളിക്കുന്നത്. CSKയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ കളിക്കുന്നത്. നിലവിൽ IPL മത്സരങ്ങളിൽ 2 സെഞ്ചുറികൾ നേടിയിട്ടുള്ള താരം സഞ്ജു സാംസൺ മാത്രമാണ്. മലയാളികളുടെ പ്രിയ താരമായ മലയാളികളുടെ സൂപ്പർ താരമായ സഞ്ജുവാണ് 2 സെഞ്ചുറികൾ നേടിയിരിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കളിക്കുന്ന KL രാഹുലാണ്. 67 പന്തിൽ 152 റൺസ് നോട്ട് ഔട്ട്. 152 നോട്ട് ഔട്ട് സ്കോർ ചെയ്ത KL രാഹുലാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം. ഇന്ത്യയുടെ മറ്റൊരു സൂപ്പർ താരമായ അഭിഷേക് ശർമ്മ 135 നോട്ട് ഔട്ടുമായി IPLൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്ന അഭിഷേക് ശർമ്മ 135 റൺ സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ മറ്റൊരു സെഞ്ചുറി വീരൻ ലോക ക്രിക്കറ്റിലെ അത്ഭുത ബാലനായ വൈഭവ് സൂര്യവംശിയാണ്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്ന വൈഭവ് 37 പന്തിൽ 103 റൺസ് സ്കോർ ചെയ്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി നേടുന്ന താരമായി മാറിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന ഇന്ത്യയുടെ മറ്റൊരു സൂപ്പർ താരമായ തിലക് വർമ്മ 101 റൺസ് സ്കോർ ചെയ്ത് ഈ വർഷത്തെ തൻ്റെ ആദ്യ സെഞ്ചുറി നേടിയിട്ടുണ്ട്. തിലക് വർമ്മ 101 റൺസ്. ഈ IPLൽ സെഞ്ചുറി നേടുന്ന 3ാമത്തെ മുംബൈ ഇന്ത്യൻസ് താരമാണ് തിലക് വർമ്മ. മറ്റൊരു ഇന്ത്യൻ യുവതാരമായ 24-കാരനായ സായി സുദർശൻ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി സെഞ്ചുറി നേടി 100 റൺസ് സ്കോർ ചെയ്ത് തൻ്റെ ഈ വർഷത്തെ ആദ്യ സെഞ്ചുറി നേടിയിട്ടുണ്ട്. സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങൾക്ക് പുറമെ 2 വിദേശ താരങ്ങൾ സൗത്ത് ആഫ്രിക്കൻ താരങ്ങളായ ക്വിന്റൺ ഡി കോക്കും റിയാൻ റിക്കൽട്ടനും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി സെഞ്ചുറി നേടിയിട്ടുണ്ട്. ക്വിന്റൺ ഡി കോക്ക് 112 റൺസും റിയാൻ റിക്കൽട്ടൻ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി 123 റൺസും സ്കോർ ചെയ്തിട്ടുണ്ട്. വിദേശ താരങ്ങളിൽ നിലവിൽ ഈ 2 താരങ്ങൾ മാത്രമാണ് സെഞ്ചുറി നേടിയിട്ടുള്ളത്.